ഹലോ ഓൾ, ലീഡ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാണോ നിർത്തിയത് അവിടെ തൊട്ട് തന്നെയാണ് വീണ്ടും തുടങ്ങുന്നത്. നമ്മൾ സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന പാഠം നമ്മൾ പഠിച്ചു തുടങ്ങിയായിരുന്നു അല്ലേ. എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ, എന്താണ് സമാന്തര ശ്രേണി, അതിൽ ഫസ്റ്റ് ടൈം എന്താണ്, കോമൺ ഡിഫറൻസ് എന്താണ്, ഇനി അതുപോലെ ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും കൂടി തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാം എന്ന് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് എല്ലാം തന്നെ നമ്മൾ ചെയ്യും കേട്ടോ. അതൊക്കെ നമ്മൾ ഓരോ സെഷനായിട്ടായിരിക്കും ചെയ്യുന്നത്. ആദ്യം നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസിനെ കുറിച്ച് നല്ലൊരു കോൺസെപ്റ്റ് എന്ത് ചെയ്യാം, ഉണ്ടാക്കിയെടുക്കുക. അതല്ലേ വേണ്ടത്. അല്ലാതെ നമ്മൾ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോയി കഴിഞ്ഞ് വലിയ പ്രോബ്ലം ടെക്സ്റ്റ് ബുക്കിലേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളൊന്നും ആകണ്ട എന്ന് വിചാരിച്ചാണ് കേട്ടോ. എന്നോർത്ത് ടെൻഷനൊന്നും വേണ്ട. എല്ലാ ചോദ്യവും നമ്മൾ പക്ക എന്ത് ചെയ്യും ഇവിടെ ചെയ്തിരിക്കുക. അപ്പോൾ റെഡിയല്ലേ? അപ്പോൾ നമുക്കൊരു ചോദ്യം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സാധനം അരിത്തമെറ്റിക് സീക്വൻസ് ആയിരുന്നു. സാർ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തരികയാണ്. അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഒരു ചോദ്യം ഇവിടെ തരികയാണ്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇപ്പോൾ 3, 2, 5, 7, 9 എക്സെട്ര എന്ന് വരുന്നത് ഇതൊരു സമാന്തര ശ്രേണിയല്ലേ? സംശയമുണ്ടോ? അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അല്ലേ? 3 കോമൺ ഡിഫറൻസ് എത്രയാണ്? 2. അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. 2 സാധനങ്ങൾ നമുക്ക് വേണം. ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസ് അറിയണം നമുക്ക് കണക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം ഇവിടെ എത്രയാണ്? ആദ്യ പദം എത്രയാണ്? 3 ആണ്. പൊതുവ്യത്യാസം എത്രയാണ്? തൊട്ട് മുന്നത്തെ പദത്തിൽ നിന്ന് പുറകിലെ പദം കുറച്ച് നോക്ക്. 5ൽ നിന്ന് 3 കുറച്ച് നോക്കുക. അപ്പോൾ എത്ര കിട്ടും? 2 കിട്ടും. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? 7ൽ നിന്ന് 5 കുറച്ച് നോക്കിയേ, ഉത്തരം കിട്ടും. 9ൽ നിന്ന് 7 കുറച്ച് നോക്കിയേ, കോമൺ ഡിഫറൻസ് കിട്ടും. പൊതുവ്യത്യാസം നമുക്ക് കിട്ടി. എന്തായാലും അത് കിട്ടിയത് കൊണ്ട് ഇവിടെ എഴുതി വെച്ചേക്കാം. F = 3 ആൻഡ് D = 2. ഫസ്റ്റ് ടൈം 3ഉം പൊതുവ്യത്യാസം 2ഉം എന്ന് ഞാൻ എഴുതി വെച്ചു. ഇനി ഞാൻ ഇവിടെ എത്ര ടേമുകൾ എഴുതിയിട്ടുണ്ട്, എത്ര പദങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്താ പദം, എന്താ ടേം എന്ന് പറഞ്ഞാൽ ഈ സാധനം തന്നെ. ഇതെത്രയാണ്? ഇത് ഒന്നാമത്തെ പദം. 5 എത്രയാ? രണ്ടാമത്തെ പദം. 7 എത്രയാണ്? മൂന്നാമത്തെ പദം. 9 എത്രയാണ്? നാലാമത്തെ പദം. ഇത് ഇങ്ങനെ എഴുതി വയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടേംസ് അല്ലെങ്കിൽ പദങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ടേം അല്ലെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? പദം. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ടേം അല്ലെങ്കിൽ പദം എന്ന് നമ്മളതിന് പറയുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ ഞാൻ 4 ടേമുകൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മക്കളെ ഇതിൻ്റെ 5ാമത്തെ ടൈം എത്രയായിരിക്കും? 5th ടൈം. വെരി സിമ്പിൾ അല്ലേ? നിങ്ങൾ നല്ല മുട്ടക്കന്മാരായ പിള്ളേരല്ലേ? സിമ്പിളായിട്ട് നിങ്ങൾ പറയും എത്രയാ? സാറേ 9ഉം 2ഉം എത്രയാണ്? 11 ആണെന്ന് സിമ്പിളായിട്ട് നിങ്ങൾ പറഞ്ഞു. അപ്പോൾ 5ാമത്തെ പദം 11ആണ്. 5th ടൈം = 11. 6ാമത്തെ ടൈമോ? വെരി സിമ്പിൾ. 6ാമത്തെ ടൈം എന്താണ്? 11ൻ്റെ കൂടെ വീണ്ടും നമ്മൾ 2 കൂട്ടി എത്രയാണ്? 13 ആണെന്ന് പറഞ്ഞു. ശരി, ഇങ്ങനെ ഞാൻ എഴുതി. 10ാമത്തെ ടൈം എഴുതാൻ വേണ്ടി പറഞ്ഞു. എഴുതൂല്ലേ? നിങ്ങൾ എന്ത് ചെയ്യും? 13ൻ്റെ കൂടെ 2 കൂട്ടി 15 എഴുതും. 15ൻ്റെ കൂടെ 2 കൂട്ടി 17. 17ൻ്റെ കൂട്ടി 2 കൂട്ടിയിട്ട് എത്രയാണ്? 19. 21 നിങ്ങൾ സിമ്പിളായിട്ട് എഴുതി വയ്ക്കും. ശരിയല്ലേ? എഴുതി വയ്ക്കും. ഇനി ഞാൻ 15 പറഞ്ഞാലോ? അതും എഴുതും. ഞാനൊരു 100 ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ? ഇല്ലെങ്കിൽ ഒരു 150, ഫൈൻഡ് ദ 150th ഇല്ലെങ്കിൽ 150ാമത്തെ പദം, ഈ ശ്രേണിയുടെ 150ാമത്തെ പദം കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ തന്നെ ചെയ്യും. കണ്ടുപിടിക്കും സാറ്. ഞങ്ങളോട് പറഞ്ഞ കാര്യം ഞങ്ങൾ സിമ്പിളായിട്ട് കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ എന്ത് ചെയ്യും? എഴുതാനങ്ങ് എഴുതി 1 പേജ് മതി, 1/2 പേജ് മതിയോ? 1/2 പേജ്, 1 പേജൊക്കെ എഴുതിയിട്ടായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ഇതിന് ആൻസർ കിട്ടുന്നത് അല്ലേ? അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ ഞാനൊരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ. എളുപ്പവഴിയാണോ? അങ്ങ് പോരട്ടെ എന്നല്ലേ? അപ്പോൾ ഈ എളുപ്പവഴിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ചെറിയ ഇക്വേഷൻ ആയാലോ? ഓക്കെ, അതായത് എന്ത് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നു പറഞ്ഞ് എത്ര വേണമെങ്കിലും കൊടുക്കാം. 10, 100, 20, 30ാമത്തെ പദം, 40ാമത്തെ പദം, 45ാമത്തെ പദം, ഏത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ നിർബന്ധമായിട്ട് എഴുതി വയ്ക്കണം, പഠിച്ചു വെച്ചോളണം. nth ടൈം ഓഫ് ആൻ ഇക്വേഷൻ ഇല്ലെങ്കിൽ n-ാം പദം, ഒരു ശ്രേണിയുടെ n-ാം പദം ഇല്ലെങ്കിൽ nth ടൈം ഓഫ് ദ 6. 6 ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക്. nth ടൈം ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. xn = dn + f - d. എഴുതിക്കോളുക, ഒരു പെട്ടിക്കകത്താക്കിക്കോളുക. എന്താ ഇക്വേഷൻ? xn = dn + f - d. ഒന്നുകൂടി പറഞ്ഞേ. xn = ഉറക്കെ പറ. കൂടെ അടുത്തിരിക്കുന്നവരൊക്കെ കേൾക്കുമോ കേൾക്കാതിരിക്കുമോ? ഇല്ല അച്ഛൻ കേൾക്കും, അമ്മ കേൾക്കും, അനിയത്തി കേൾക്കും, ചേച്ചി കേൾക്കും ഒന്നും വേണ്ട. കേൾക്കട്ടെ, നിങ്ങൾ പഠിക്കുന്ന മക്കളാണെന്നങ്ങ് മനസ്സിലാവട്ടെ. ഉറക്കെ പറഞ്ഞു. xn =
ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഇതിൽ ഡി ആരാന്ന് നിങ്ങൾക്ക് അറിയാം, കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. എഫ് ആരാന്ന് നിങ്ങൾക്ക് അറിയാം, ഫസ്റ്റ് ടേം അല്ലേ. ഇനി എന്ന് പറഞ്ഞാൽ nth ടേം, നമ്പർ ഓഫ് ടേംസ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം. ഇനി എത്രാമത്തെയാണോ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, 15ാമത്തെ കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ n അവിടെ 15 ആകും. ഇനി 30ാമത്തെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നതെങ്കിൽ n അവിടെ എത്രയാവും, 30 ആവും. അപ്പോൾ നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, n എന്ന് വിളിക്കുന്നത്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് ഇനി എത്രാമത്തെ പദം ചോദിച്ചാലും കണ്ടുപിടിക്കാം. 100, 150, 200, 250, നമുക്കിതൊന്നും എന്തല്ല, വിഷയമല്ല. നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് മതി. വേണമെങ്കിൽ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ, 6ാമത്തെ പദം എത്രയാണ്, 13ആണെന്ന്. നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 6ാം പദം 13ആണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഈ സാധനം എങ്ങനെ കിട്ടുക നോക്കാം. എന്നാലും നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കാൻ പഠിക്കുകയുള്ളൂ. വളരെ സിമ്പിൾ ഇക്വേഷനാണ്. എക്സ് എൻ എന്നുള്ളതിന് ഞാൻ എന്തെഴുതുന്നു, 6ാം പദം എഴുതുന്നത് x6. ഈ x6 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ, അതായത് 6th ടേം അല്ലെങ്കിൽ 6ാം പദം എന്നൊക്കെ എഴുതുന്നതിന് പകരം വളരെ സിമ്പിളായിട്ട് എന്തെഴുതിയാൽ മതി, x6 എന്ന് എഴുതിയാൽ മതി. x6 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്, 6ാമത്തെ പദം എന്നാണ്. നമ്മളിനി പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഇതായിരിക്കും ഉപയോഗിക്കുക കേട്ടോ, അതുകൊണ്ട് ശ്രദ്ധിച്ച് വെച്ചേക്കണേ. S6 വളരെ സിമ്പിളായിട്ട്, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. 6th ടൈം എന്ന് നിങ്ങൾ 6th ടൈം എന്ന് എഴുതിക്കോ, 6ാം പദം എന്ന് നീട്ടി വലിച്ച് എഴുതിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. വളരെ സിമ്പിളല്ലേ, നമ്മളൊക്കെ വളരെ എളുപ്പമായിട്ട് എഴുതാമല്ലോ. x6 എന്ന് എഴുതാൻ കഴിഞ്ഞില്ല പരിപാടി. x6 എന്ന് പറഞ്ഞാൽ 6ാമത്തെ പദം. ഇപ്പോൾ xnന് പകരം ഞാൻ x6 എന്ന് എഴുതി. ഇനി ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി, നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് മാർക്ക് കിട്ടുന്ന ഫോർമുലയാണ് ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. വലിയ വിലയുണ്ട് കേട്ടോ. അപ്പോൾ ഡി നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡി എത്രയായിരുന്നു, 2, എഫ് എത്രയായിരുന്നു, 3. ഇത് രണ്ടും നമ്മൾ നേരത്തെ എഴുതി വെച്ചിരുന്ന സാധനമാണ്. അപ്പോൾ നമുക്കത് കൊടുക്കുകയാണ്. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ആണ്. 2n. ഒരു കാര്യം നോക്കിയേ, എന്താണ് ഡി എൻ എന്ന് എഴുതിയതിന് അർത്ഥം എന്താണ്, ഡി ഇൻറ്റു എൻ എന്നാണ് അല്ലേ. എ ബി എന്ന് എഴുതിയതിന് അർത്ഥം എന്താണ്, ഇത് എ ബി എന്ന് എഴുതി കഴിഞ്ഞാൽ എ ഇൻറ്റു ബി എന്നാണ്, ശരിയല്ലേ. അപ്പോൾ ഡി എൻ എന്ന് എഴുതി കഴിഞ്ഞാൽ ഡി ഇൻറ്റു എൻ ആണ്, ഡി ഗുണിക്കണം എൻ എന്നാണ്. അപ്പോൾ 2 ഇൻറ്റു എൻ എത്രാമത്തെ ടേമാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്, എത്രാമത്തെയാണ്, 6ാമത്തെ ടേമാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ 2 ഇൻറ്റു 6. ഇനി ഇക്വേഷനുള്ള പ്ലസ് എഴുതണേ, പ്ലസ് എഫ് മൈനസ് ഡി. എഫ് എത്രയാണ്, നമ്മുടെ എഫ് എത്രയാണ്, 3 ആണ് അല്ലേ. 3 മൈനസ് ഡി എത്രയാ, ഡി എത്ര, ചുമ്മാ കോപ്പി അടിച്ചാൽ മതി. കോപ്പി അടിക്കാനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. ഓക്കെ, എഫ് മൈനസ് ഡി. ദെൻ നമുക്ക് നോക്കാം, ഒന്നും കൂടി എഴുതാണ്. x6 is equal to 2 ഇൻറ്റു 6 ഗുണിക്കണം. ഗുണിച്ച ശേഷമേ കൂട്ടാൻ പാടുള്ളൂ, കൂട്ടിയിട്ടേ കുറയ്ക്കാൻ പാടുള്ളൂ. ബോഡ് മാസ് പഠിച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ലീഡ്സ് അക്കാദമിയുടെ ബേസിക് ക്ലാസ് ചേർന്നാൽ മതി. ബേസിക് ക്ലാസ്സുകൾ നമ്മൾ ഉടനെ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ബേസിക് ക്ലാസ്സിൽ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ നോക്ക്, ആദ്യം ഗുണിക്കണം, ഗുണിച്ചിട്ടേ കൂട്ടാൻ പാടുള്ളൂ, കൂട്ടിയിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, കുറയ്ക്കാൻ പാടുള്ളൂ. അപ്പം 2 ഇൻറ്റു 6 12 അല്ലേ, പ്ലസ് 3 മൈനസ് 2. ഓക്കെ, നമുക്കിനി കൂട്ടി നോക്കാം. 12 3 എത്രയാണ്, 15 ആണ്. 15ൽ നിന്ന് നമുക്ക് 2 കുറച്ചാൽ 15 കുറയ്ക്കണം 2, നമുക്ക് എന്ത് കിട്ടും, 13 അല്ലെങ്കിൽ 13 എന്ന് കിട്ടും. ഇത് തന്നെയല്ലേ നമുക്കിവിടെ കിട്ടിയ ആൻസർ അല്ലേ. 6ാമത്തെ പദം നമ്മൾ എത്രയാണെന്ന് തന്നെ എഴുതിയേ 6ാം പദം 13 എഴുതിയേ ആണോ, കിട്ടിയോ. അപ്പോൾ ഈ സംഗതി വർക്കൗട്ട് ആവൂലേ, വർക്കാകും. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കൊരു ചോദ്യം കൂടി ചെയ്ത് നോക്കാം. ഒരു ചോദ്യം കൂടി ചെയ്ത് നോക്കിക്കോളൂ. ടെക്സ്റ്റ് ബുക്കിലൊന്നുമല്ല, ഒരു സിമ്പിൾ ചോദ്യം സാർ വെറുതെ തരുന്നതാണ്, നോക്കാം. ഓക്കെ, 5, 8, 11 ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണിയാണ് അല്ലേ. ഈ ശ്രേണിയുടെ 10ാം പദം ഒന്ന് കണ്ടുപിടിച്ചേ. ക്ലിക്കായവർ പെട്ടെന്ന് ചെയ്തോളൂ, അല്ലാത്തവർ നമുക്ക് ഒരുമിച്ച് അങ്ങ് ചെയ്യാം. ഓക്കെ, 10ാം പദം. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് ആയതുകൊണ്ട് ആദ്യം കിട്ടിയപ്പോൾ തന്നെ നമ്മൾ 2 പേരെ എഴുതി വെച്ചു. ആരൊക്കെ എഴുതി വെച്ചു, നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 സൈഡിൽ നിൽക്കുന്ന 2 കാവൽക്കാരുണ്ട്. ആരൊക്കെയാണ്, ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസ്. അപ്പോൾ ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസ് നമുക്ക് എഴുതി വെക്കാം. ഫസ്റ്റ് ടൈം എത്രയാണ് പറഞ്ഞത്, എത്രയാണ്, 5. ദെൻ കോമൺ ഡിഫറൻസ് തൊട്ട് മുന്നത്തെ ടൈമിൽ എന്ത് ചെയ്യണം, പുറകിലെ ടൈം നമുക്ക് കുറയ്ക്കണം. അപ്പം 8 മൈനസ് 5 എത്രയാ, 3. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ്, 3 എന്ന് നമുക്ക് കിട്ടിയല്ലോ. ഫസ്റ്റ് ടൈമും കിട്ടി, കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താ, xn ഈസ് ഈക്വൽ ടു, ഉറക്കെ പറഞ്ഞു എല്ലാവരും കേൾക്കട്ടെ, ഉറക്കെ പറയാ,
എന്താ ഇക്വേഷൻ എന്താണ്? എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. എന്താ ഇക്വേഷൻ? എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം. ഇനി ഞാൻ ചോദിച്ചത് ഇതിൻ്റെ എത്രാമത്തെ ടൈമാണ്? 10th ടൈം, 10ാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്. 10th ടൈം നിങ്ങൾ കണ്ടുപിടിക്കണം. 10ാം പദമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. 10th ടൈം 10ാം പദമാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 10ാമത്തെ പദം ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ് എന്തെഴുതാം? 10ാം പദം എന്ന് വേണമെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ x10 എന്ന് എഴുതിയാൽ മതി. x10 ഈസ് ഈക്വൽ ടു ഡി എൻ. ഡി എത്രയാണ്? 3 ഇൻറ്റു എൻ. എത്രാമത്തെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്? 10ാമത്തെയാണ്. അപ്പോൾ 3 ഇൻറ്റു 10 പ്ലസ് എഫ് മൈനസ് ഡി. എഫ് എത്രയാണ്? നോക്കണം എത്രയാണ്? 5 അല്ലേ? 5 മൈനസ് ഡി. ഡി എത്രയാണ്? 3. കോമൺ ഡിഫറൻസ് ഡി, പൊതുവ്യത്യാസം 3 ചെയ്യാം. x10 ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്ററോ ക്യാപിറ്റൽ ലെറ്ററോ ഒക്കെ എഴുതിക്കോട്ടോ. ഇനി ഗുണിക്കണം. ഗുണിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? കൂട്ടാൻ പാടുള്ളൂ, കൂട്ടിയിട്ടേ കുറയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ 3 ഇൻറ്റു 10 30 പ്ലസ് 5 മൈനസ് 3. 30 5 35. 35ൽ നിന്ന് നമുക്ക് 3 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 32. സോ x10 ഈസ് ഈക്വൽ ടു 32. ഇല്ലെങ്കിൽ ഇങ്ങനെ എഴുതി വയ്ക്കാം. 10ാം പദം സമം എന്താണ്? 32. ഇങ്ങനെ എഴുതാം. 10th ടേം ഈസ് ഈക്വൽ ടു 32. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, സംഭവം എളുപ്പമല്ലേ? ഓക്കെ, ഇങ്ങനെ തന്നെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങളൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും. കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ചെറിയൊരു ഹോംവർക്കും കൂടി തന്നിട്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിർത്താം. ഹോംവർക്ക്, സ്കൂളിലും ഹോംവർക്ക്, ഇവിടെയും ഹോംവർക്ക് വന്നോ? ഇതേ ചോദ്യം തന്നെ. നിങ്ങളതിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? 15ാമത്തെ പദം കണ്ടുപിടിക്കുക. എന്ത് കണ്ടുപിടിക്കുക? ഇവിടെ 6 വിട്ടുപോയി അല്ലേ? എന്ത് കണ്ടുപിടിക്കുക? 15ാം പദം കേട്ടോ. 15ാം പദം എപ്പോൾ കണ്ടുപിടിക്കണം? ഇപ്പോൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കണ്ടുപിടിച്ചിട്ട് ബുക്ക് മടക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ. ഉഷാറായിട്ടിരിക്കട്ടോ.